ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മത്തിയെ പീര വെച്ചതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു മത്തി പീരയുടെ പാചകം വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയോടുകൂടി തന്നെയാണ് തയ്യാറാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. അരകല്ലിൽ വെച്ച് ചതച്ചെടുത്ത് കറിയെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ പീര വെച്ചതിന് വളരെ സ്വാദ് കൂടെ ഉണ്ടാവുന്നത്. നമ്മുടെ അമ്മമാര് നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പാചകം ചെയ്ത് കാണിച്ചു തരുന്നത്. നാടൻ പാചകങ്ങൾ കാണാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതുപോലൊരു പീര വറ്റിച്ചത് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് കുഞ്ഞൻ മത്സ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ള മത്തിക്കു പകരമായിട്ട് നിങ്ങളുടെ കൈവശം കിട്ടുന്ന ഏത് കുഞ്ഞൻ മത്സ്യങ്ങൾ വെച്ചിട്ടും ഈ ഒരു റെസിപ്പിയെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചെറിയ മീനുകൾ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു പീര വറ്റിച്ചതിന് അപാര സ്വാദ് കൂടെ കിട്ടുന്നത്. നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് ചേർക്കുന്നത് മാങ്ങയാണ്. നിങ്ങളുടെ കൈവശം മാങ്ങയില്ലെങ്കിൽ നിങ്ങൾ കറികൾക്ക് ഉപയോഗിക്കുന്ന ഏതു പുളി വെച്ചിട്ടും ഈ ഒരു റെസിപ്പിയെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കൂട്ടി കുഴച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു മത്തിപ്പീരയ്ക്ക് അപാര സ്വാദ് കൂടെ കിട്ടുന്നത്. ഈ ഒരു കറിക്ക് വളരെ ടേസ്റ്റ് കൂട്ടുന്നത് ഇതിൽ ചേർക്കുന്ന പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുമാണ്. ഇതുപോലൊരു നാടൻ വിഭവം തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്കും ഇനിയും തയ്യാറാക്കി നോക്കാത്ത എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മത്തി പീര തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മത്തി പീര തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് മത്തി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊച്ചു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങയാണ് തിരുമ്മിയെടുക്കേണ്ടത്. തേങ്ങയെ തിരുമ്മി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ 100 ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരകല്ലിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൂടി എടുക്കണം. അരകല്ലിൽ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു പീരയ്ക്ക് നല്ല സ്വാദ് കൂടി കിട്ടുന്നത്. ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ അമ്മമാര് നമുക്ക് തയ്യാറാക്കി തന്നിരുന്ന അതേ രീതിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. തേങ്ങയെ കല്ലിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. നമ്മുടെ വീട്ടിൽ അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു കറി തയ്യാറാക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം തന്നെയും കല്ലിൽ വെച്ച് കുത്തി ചതച്ചെടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക സ്വാദ് കൂടെ കിട്ടുന്നത്. നമ്മുടെ അരകല്ല് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനിവിടെ തേങ്ങയെ ആദ്യം ഒതുക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്തൊന്ന് ചതച്ചെടുക്കുവാണ്. നമ്മുടെ അരപ്പിന് അധികമൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കല്ലിൽ കുത്തി ചതച്ചെടുത്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ കൈവശം അരകല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ചതച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും കല്ലിൽ വെച്ച് ചതച്ചെടുക്കുന്ന ഈ ഒരു മത്തിപ്പീരയ്ക്ക് അപാര സ്വാദാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കല്ലിൽ നിന്നും ഇതെല്ലാം ഒന്ന് വടിച്ചു മാറ്റിയെടുക്കണം. കല്ലിൽ ചതച്ചെടുത്ത പീരയെ ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്ല് കഴുകിയിട്ട് ഇതിൻ്റെ അരപ്പിൻ്റെ വെള്ളം കൂടെ എടുക്കണം. വെള്ളം കൂടെ കറിയിലേക്ക് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അരപ്പിനെ ചതച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മാങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഇന്നത്തെ മത്തിപ്പീര തയ്യാറാക്കുന്നത് മാങ്ങ ഉപയോഗിച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം മാങ്ങയില്ലെങ്കിൽ കുടപ്പുളിയോ വാളംപുളിയോ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. മാങ്ങയെ തോല് ചെത്തി ഇതിനെ ഒന്ന് കൊച്ചു പീസുകളായിട്ടൊന്ന് ഭാഗിച്ചുകൂടി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മാറ്റുവാണ്. അതിനുശേഷം മാങ്ങയെ നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തിപ്പീരയുടെ അരപ്പ് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത മാങ്ങയും കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പീരയ്ക്ക് നല്ല സ്വാദ് കൂടെ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു മത്തിപ്പീര തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും തന്നെ വേണ്ട. ഒതുക്കിയ പീര നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൂട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. മീൻ കഷ്ണങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ച കല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അരപ്പ് വെള്ളമാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കറിയെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്.
നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവുകൾ വളരെ കുറവായതുകൊണ്ട് മൺചട്ടി ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. ആദ്യ തവണ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മീൻ പീര നല്ലവണ്ണം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മത്തിപ്പീര പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മത്തിപ്പീരയിൽ കുറച്ചെല്ലാം വെള്ളമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളത്തിന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ചാറോടുകൂടി തന്നെയാണ് കറിയെ സെർവ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ പീര വെച്ച കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല അപാര സ്വാദ് കൂടെ കിട്ടുന്നത്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, തനി നാടൻ രീതിയിൽ പാചകം ചെയ്തെടുത്ത മത്തിയെ പീര വെച്ചത്. ഈ ഒരു പീര വെച്ചത് കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. ചോറിനോടൊപ്പം വിളമ്പാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അമ്മമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പാചകം ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല പച്ചമുളകിന് പകരമായിട്ട് നിങ്ങളുടെ കൈവശം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു പീര വെച്ചതിന് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തുകൂടി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം.